نحمده ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്ന് പരിശോധിക്കുകയും അല്ലാഹുവിൻ്റെ പ്രവാചകൻ നിർദ്ദേശിച്ചതാണോ അതല്ല വിലക്കിയതാണോ എന്ന് പഠിക്കുകയും എന്നിട്ട് അതിനോട് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ല ആളുകൾ ഉൾപ്പെടണം എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ കാരുണ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിൻ്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച പ്രവാചകന്മാരെന്നും ആ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ അനുയായികളോട് കാണിച്ച അഥവാ മനുഷ്യകുലത്തോട് കാണിച്ച മറ്റു ജന്തുക്കളോട് കാണിച്ച പ്രകൃതിയിലെ മറ്റുള്ള പ്രതിഭാസങ്ങളോട് കാണിച്ച സ്നേഹവും കാരുണ്യവും കരുതലുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തത്. സ്നേഹമെമ്പാടും കാണിക്കുന്ന അള്ളാഹുവും അള്ളാഹുവിൻ്റെ തിരുദൂതരുമാണ് നമ്മളോട് തിരിച്ചങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായത്തിലെ സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിലാണ് നമ്മൾ സംസാരം അവസാനിപ്പിച്ചതെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പൂർണ്ണമായി പിൻപറ്റുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മതപരമായി നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ സമ്പൂർണമായി അനുസരിക്കുകയും ചെയ്യാതെ നമ്മളാരും മുഅ്മിനുകളാകാൻ പോകുന്നില്ലെന്ന് 4-ാം അധ്യായം വിശുദ്ധ ഖുർആൻ 65-ാമത്തെ ആയത്തിൽ നമ്മൾ തെര്യപ്പെടുത്തുന്നുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസികളാകുകയില്ല തന്നെ. ഹത്താ യുഹക്കിമൂക, പ്രവാചകരെ താങ്കൾ ഒരു വിധി അവരിൽ പ്രഖ്യാപിക്കുകയും ഇന്ന ഇന്ന കാര്യങ്ങളാണ് ശരി എന്ന് പറയുകയും ഇന്ന ഇന്ന കാര്യങ്ങളാണ് തെറ്റ് എന്ന് തീർപ്പ് കൽപ്പിക്കുകയും അവർക്കിടയിൽ ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാകാവുന്ന അഭിപ്രായാന്തരങ്ങളിൽ സുമ്മലായി, എന്നിട്ട് ആ വിധി കേട്ടിട്ട് അവരുടെ മനസ്സിൽ യാതൊരു വിമ്മിഷ്ടവും യാതൊരു പ്രതിഷേധവും യാതൊരു വൈമനസ്യവും അത് സ്വീകരിക്കാൻ ഇല്ലാതിരിക്കുകയും ചെയ്യണം. ആ ഒരു രൂപത്തിൽ താങ്കളെ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരാത്ത കാലത്തോളം അവർ മുസ്ലിമീങ്ങളാവുകയില്ല. മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട മുനാഫിക്കുകൾ ഒരു പക്ഷത്തും ജൂതന്മാരായ ആളുകൾ മറുപക്ഷത്തും നിന്നുകൊണ്ട് വിധി തീർപ്പിന് വേണ്ടി ജൂതൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിധി തീർപ്പ് അംഗീകരിക്കുകയും പ്രവാചകന്റെ തീർപ്പ് മതി എനിക്ക് എന്ന് പറയുകയും, എന്നാൽ മുനാഫിക്കായ ആൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിധി തീർപ്പിനപ്പുറം
ഇസ്ലാമിക സമൂഹത്തിന്റെ പുറത്തുള്ള ആളുടെ ഒരു വിധിതീർപ്പ് അംഗീകരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് വളരെ കടുത്ത ഭാഷയിൽ കുറെ ആയത്തുകൾ സൂറത്തുൽ നിസായിൽ ഈ വിഷയവുമായിട്ട് ഇറങ്ങുന്നത്. അതിലുള്ളതാണത്. ഇത് നമുക്കും പാഠമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇന്നതാണ് പറഞ്ഞത് എന്ന് പച്ചയായി മനസ്സിലായാൽ പോലും നമ്മൾ പുറമെയുള്ള ആളുകളുടെ കിതാബുകളും പുറമെയുള്ള ആളുകളുടെ സംഗതികളും പുറത്തുള്ള ആളുകളുടെ ആചാരങ്ങളും കോപ്പിയടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതം അവിടെ കിടക്കുന്നു, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അവിടെ കിടക്കുന്നു. അത് നമ്മൾ അവഗണിക്കുകയോ അവജ്ഞയോടുകൂടി കാണുകയോ ചെയ്താൽ ഈ ആയത്ത് എന്നെയും നിങ്ങളെയും പേടിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. പ്രവാചകനെ സ്നേഹിച്ചിരുന്ന സഹാബത്ത് ആർക്കാണ് തർക്കമുള്ളത്? പ്രവാചകനെ സ്നേഹിക്കണം ലോകാവസാനം വരെയുള്ള അവസാനത്തെ മുസ്ലിം വരെ. അത് അയാളുടെ ഈമാനിന്റെ ഭാഗമാണ്. അതിൽ മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ല. പ്രവാചകന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പറയുന്നതിൽ തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ അവർ സ്നേഹിച്ച പോലെ നമുക്കൊട്ട് സ്നേഹിക്കാനുമാവില്ല. അവർ പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകന്റെ പ്രതിബന്ധങ്ങളിൽ സഹായികളായി നിന്ന് കൊടുത്ത ആളുകളാണ്. 83 ആളുകൾ ദാറുൽ അർഖമിൽ ആയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനഹ എന്ന പദമാണ് കിതാബുകൾ ഉപയോഗിക്കുന്നത്. അലട്ടിക്കൊണ്ടിരുന്ന പ്രവാചകനെ ഗംഭീരമായിട്ട് പ്രവാചകനെ എങ്ങനെ എന്താ പറയാ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. വലം യസൽ അബൂബക്കർ യലുഹു ഹത്താ ലഹറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ആ അഭിപ്രായത്തോട് യോജിക്കുന്നത് വരെ പിന്നാലെ കൂടി. എന്താണ് അഭിപ്രായം എന്നറിയോ? ഇങ്ങനെ ദാറുൽ അർഖമിൽ അടച്ചിട്ട വാതിലിനകത്ത് പറഞ്ഞാൽ പോരല്ലോ തൗഹീദ് പ്രവാചകരെ, താങ്കളോടുള്ള കൽപ്പന അത് പുറത്തു പറയണമെന്നല്ലേ? പ്രവാചകനെ പേടിച്ചിരുന്നത് അബൂബക്കർ നമ്മൾ ന്യൂനപക്ഷമാണ്, ഇന്ന ഖലീൽ. അവർ ആക്രമിക്കാൻ പുറപ്പെട്ട പ്രതിരോധിക്കാൻ പോലും കഴിയാത്തത്ര ന്യൂനപക്ഷമായ ആളുകൾക്ക് സമയമായിട്ടില്ല എന്നായിരുന്നു പ്രവാചകന്റെ ഒരു ആ സമയത്തുള്ളൊരു ചിന്ത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ സമ്മതിച്ചു. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളെ കൂട്ടിയിട്ട് കഅബാലയത്തിന്റെ മുമ്പിലേക്ക് പോകുന്നു. ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആദ്യത്തെ പ്രസംഗം ആകെ ഇളകി പറഞ്ഞു. ഖുറൈശികൾ ഇളകി മറിഞ്ഞു, അവർ ആക്രമിച്ചു. ഉത്ബത്ത് ഇബ്നു റബീഅ പ്രവാചക തിരുമേനിയെ നന്നായി പെരുമാറി. പ്രവാചകന്റെ മുഖം വിവർണമായി പോയി, മൂക്കും മുഖവും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായിപ്പോയി എന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നു. പൂർണ്ണമായി ബോധമറ്റു പോയ പ്രവാചക തിരുമേനിയുടെ ഈ അനുചരനെ അദ്ദേഹത്തിന്റെ ഗോത്രങ്ങളായ ബനൂ തൈം വിവരമറിഞ്ഞു വന്ന് രക്ഷപ്പെടുത്തി. അവർ ഒരു ശീലയിൽ എടുത്തിട്ട് അഥവാ ഒരു തട്ടത്തിലേക്ക് മാറ്റിക്കിടത്തിയിട്ട് ചലനമറ്റ് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വീട്ടിൽ കൊണ്ടുപോയാക്കി. അവർ കരുതിയത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മരിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഉടൻ മരിക്കും എന്നുമാണ്. അവിടെ നോക്കാൻ ആളുകളെ ഏൽപ്പിച്ച് അവർ തിരിച്ചു വന്ന് ഒരു പ്രഖ്യാപനം നടത്തി. വല്ലാഹി ലഇൻ മാത അബൂബക്കർ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അബൂബക്കർ എങ്ങാനും ഈ സംഘടനത്തിൽ ഇതിൽ എങ്ങാനും മരണപ്പെട്ടു പോയാൽ ലന്നഖതുലന്ന ഉഖ്ബത്ത് ഇബ്നു റബീഅ, ഞങ്ങൾ എന്തായാലും ഉഖ്ബയെ കൊല്ലും. അതിനാരും ചോദിക്കാനും പറയാനൊന്നും വരണ്ട എന്നവർ പ്രഖ്യാപിച്ചു. വീട്ടിൽ ഉമ്മയേൽപ്പിച്ചു. അവർ വൈകുന്നേരം വരെ സംസാരിക്കാൻ പറ്റാവുന്ന ഒരവസ്ഥ ഏറെ നേരം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാകുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉണ്ടായി. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താ അറിയോ? മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ എവിടെയുണ്ട്, എങ്ങനെയുണ്ട്? ബോധമറ്റുപോയ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി ആക്രമിക്കപ്പെടുകയും പ്രവാചക തിരുമേനി മരിച്ചു പോവുകയും ചെയ്തു എന്ന വല്ലാത്തൊരു ഭീതി, ഭയം, സങ്കടം മതിക്കുകയായിരുന്നു അദ്ദേഹത്തെ. ഉമ്മുൽ ഖൈർ പ്രിയപ്പെട്ട മാതാവ് ഒരുപാട് ആശ്വസിപ്പിച്ചു നോക്കി. ഉമ്മുൽ ഖൈറിനോട് നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ ഇവർ ആവശ്യപ്പെട്ടു. കിണഞ്ഞി പരിശ്രമിച്ചു. അപ്പോഴൊക്കെ ബോധം വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കും, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു, എനിക്കറിയില്ല മോനെ എവിടെയാണുള്ളത് എന്ന്, എങ്കിൽ നിങ്ങൾ പോകണം,
എങ്ങോട്ട് പോകണം? ഉമ്മു ജമീൽ ബിൻതുൽ ഖത്താബ്, ഉമർ ബിൻ ഖത്താബിന്റെ മകൾ ഉമ്മു ജമീൽ മുസ്ലിമാണ്. ആ ഇസ്ലാം മതം ഒളിപ്പിച്ചു വെക്കുന്ന സ്ത്രീയാണ്. അവിടെ ചെന്നാൽ എന്റെ പ്രവാചകൻ ഇവിടെ ഉണ്ട് എന്നറിയാം. ഈ ഉമ്മ മുസ്ലിമായിട്ടില്ല, ഈ ഉപ്പ മുസ്ലിമായിട്ടില്ല. ശത്രുപക്ഷത്താണുള്ളത്, രണ്ടുപേരും ശത്രുപക്ഷത്താണുള്ളത്. നിങ്ങൾ ഉമ്മു ജമീലിന്റെ അടുത്തേക്ക് പോകണം. ഉമ്മു ജമീലിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്റെ മകൻ വല്ലാതെ ക്ഷണിക്കുന്നു. അങ്ങനെ ഉമ്മു ജമീൽ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പ്രവാചകനുണ്ട്. പ്രവാചകനുള്ള സ്ഥലം തേടിയിട്ട് അവർ പോവുകയാണ്. അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞു, നമുക്ക് രണ്ടാക്കും കൂടി വേണമെങ്കിൽ നിന്റെ മകന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞ് ഈ രണ്ട് ഉമ്മുകൾ വന്നു. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് എന്റെ പ്രവാചകൻ? ആരോട്? ഉമ്മു ജമീലിനോട്. പറഞ്ഞു, ദാറുൽ അർഖമിലുണ്ട്, സുരക്ഷിതനാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, എനിക്ക് എന്റെ പ്രവാചകനെ കാണണം. പ്രവാചക സന്നിധിയിൽ ഈ രണ്ട് സ്ത്രീകളുടെ, രണ്ട് ഉമ്മമാരുടെ തോളിൽ തൂങ്ങിയാടി അബൂബക്കർ സിദ്ദീഖ് പ്രവാചക സന്നിധിയിലെത്തി. പ്രവാചകന്റെ വസ്ത്രം പിടിച്ച് അദ്ദേഹത്തെ ചുംബിച്ച് സലാം പറഞ്ഞ് അതിനുശേഷമാണ് അദ്ദേഹം ഒരിറക്ക് വെള്ളം കുടിച്ചത്. ഇത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സൊന്ന് നോക്കൂ നിങ്ങൾ. എന്താ പറയാനുള്ളത്? ആകെ പറയാനുണ്ടായിരുന്നത് വഹാദിഹി ഉമ്മി, പ്രവാചകൻ ഇതെന്റെ ഉമ്മയാണ്. ബർറത്തുൻ ബിവലദിഹ, മോനോട് വല്ലാതെ കാരുണ്യം കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന, പുണ്യം ചെയ്യുന്ന ഒരു ഉമ്മ. പക്ഷേ വഅൻത മുബാറക് ഫദൂഹ ഇലല്ലാഹ്, പ്രവാചകനെ അങ്ങ് എന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് എന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നരകത്തിന്റെ വിറക് പുള്ളിയായ എന്റെ ഉമ്മയെ അങ്ങയുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മുൽ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉമ്മുൽ ഖൈർ മുസ്ലിമായി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗാവകാശിയായി. ഇതൊരു മുസ്ലിമിന്റെ മനസ്സ്. പ്രവാചകനോട് സ്നേഹമുള്ള, ഇസ്ലാമിനോട് സ്നേഹമുള്ള, ഉറ്റവരോടും ഉടയവരോടും അതേ സ്നേഹം കാണിക്കുന്ന, അതേ സ്നേഹമല്ല അതിന്റെ താഴെയുള്ള സ്നേഹം കാണിക്കുന്ന ആളുകൾ ഓരോരുത്തരോടും ചെയ്യേണ്ട ബാധ്യതയാണിത്. നമ്മൾക്ക് ഈ അബൂബക്കർ സിദ്ദീഖ് കാണിച്ച് ഈ ഭാഗത്ത് തോറ്റുപോവുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവരായി അവരുടെ പാടായി, നമുക്കിപ്പോ എന്താ അതിൽ കാര്യം? അതല്ല, അത് ബാധ്യതാ നിർവഹണത്തിലെ പരാജയം തന്നെയാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് പ്രവാചകനോടൊപ്പം മരിക്കും എന്നുറപ്പുള്ള ഒരു യാത്രയിൽ ഒരാൾ പങ്കെടുക്കുക. നോക്കൂ, അതിനു മുമ്പ് മരിക്കും എന്നുറപ്പുണ്ടായിട്ട്, കൊന്നുകളയും എന്നുറപ്പുണ്ടായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുക. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾ ഉണ്ടവിടെ. വാള് ഊരിപ്പിടിച്ച വാളുമായി. ഉറപ്പാണ് അത് പ്രവാചകനല്ല എന്ന് അറിയുന്നതോടുകൂടിയുള്ള അരിശം പർവ്വതീകരിക്കുമ്പോൾ അലിയുടെ ജീവൻ പോകുമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി കിടന്നു കൊടുക്കുന്ന അലി എവിടെ കിടക്കുന്നു? നമ്മളെവിടെ കിടക്കുന്നു? ആ പ്രവാചക സ്നേഹം എവിടെ കിടക്കുന്നു? നമ്മൾ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ എവിടെ കിടക്കുന്നു? സൗർ ഗുഹയിലെ പ്രവാചകനോടൊപ്പമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുറാഖത്ത് ബിൻ മാലിക്കിനെ തൊട്ട് പിന്നിൽ നിന്ന് ഒന്ന് ആഞ്ഞു വെട്ടിയാൽ കഴുത്തു പോകാവുന്ന ദൂരത്തെത്തുമ്പോഴുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഈ സമയങ്ങളിലും അല്ലാത്തടങ്ങളിലുമൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉണ്ടായിരുന്ന വല്ലാത്ത സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സമനില തെറ്റിപ്പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്ന പ്രവാചക സ്നേഹം. ഉഹുദ് രണാങ്കണത്തിലാണ് പ്രവാചകനോട് സഹാബത്തിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അതിന്റെ തന്നെ പരമകഷ്ടം മനസ്സിലാവുക. ഉഹുദ് രണാങ്കണത്തിലെ രണ്ടാം ഘട്ടം. ആദ്യഘട്ടം മുസ്ലിമീങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്. ഗനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടും തിരക്കിൽ പ്രവാചക തിരുമേനിയുടെ നിർദ്ദേശം ലംഘിച്ച് ജബൽ റുമാത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ രണ്ടാം ഘട്ടം. ഇക്രിമത്ത് ബിൻ അബൂ ജഹലും ഖാലിദ് ബിൻ വലീദും യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തിയ രംഗം. 9 ആളുകളായിരുന്നു
9 പേരായിരുന്നു പ്രവാചകന്റെ ചുറ്റും നിന്നിരുന്നത്. 7 ആളുകളും സ്വർഗം പുൽകി ധീര രക്തസാക്ഷികളായി കടന്നുപോയി. അമ്മാർ ഇബ്നു യസീദ് എന്ന് പറയുന്ന ആളും മരിച്ചു കഴിഞ്ഞപ്പോ പിന്നീടുണ്ടായിരുന്നത് അവിടെ തൽഹത്ത് ബിൻ ഉബൈദുള്ളയും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹും മാത്രമായി പോയി. എന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഈ ദിനം തൽഹയുടേതാണ് എന്ന് പ്രവാചകൻ ഇങ്ങനെ പിന്നെയും ഓർത്തുകൊണ്ടേയിരുന്ന രംഗം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ നെഞ്ചും തൽഹയുടെ നെഞ്ചും 2 നെഞ്ചുകൾ ചേർത്ത് പിടിച്ച് പ്രവാചകന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റേ കൈകൾ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ആ വീരശൂര പരാക്രമികളായ 2 ആളുകൾ പ്രവാചകനെ സംരക്ഷിച്ചെടുത്തു. അതിനിടയിൽ പ്രവാചകന്റെ പരിക്ക് പറ്റി. അതൊക്കെ കഥ ഞാൻ ദീർഘിച്ചു പറയുന്നില്ല. ഈ ആളുകളൊക്കെ കാണിച്ചിരുന്ന വല്ലാത്തൊരു പ്രവാചക സ്നേഹമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ അമ്പ് കൊടുത്തിട്ട് ചെയ്യാൻ പറയുമ്പോ പ്രവാചക തിരുമേനി ഉപയോഗിച്ച പദമുണ്ട്, ഇർമി ഫിദാക്കി അബി വ ഉമ്മി. എന്തുമാത്രം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ സ്നേഹിച്ചു എന്നതിന്റെ ഒരു നിദർശനമായി ആ വാക്ക് ഹദീസ് റിവായത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ, പഠിച്ച ആൾക്കാർ പറയുന്നു. മറ്റൊരിക്കലും അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി വ അബി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഫിദാക്കി അബി വ ഉമ്മി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകനോടുള്ള സ്നേഹം പിന്നീട് സഹാബത്തിൽ നിന്ന് പഠിപ്പിച്ച എങ്ങനെ അറിയോ? നിങ്ങൾക്കൊരു ധീര രക്തസാക്ഷി ഭൂമിയിലൂടെ നടന്നു പോകുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ രക്തസാക്ഷികളൊക്കെ മരിച്ചുപോയില്ലേ? എന്നാൽ ഇതാ നടന്നു പോകുന്നു. മൻ അഹബ്ബ അൻ യൻദുർ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ് ഫൽയൻദുർ ഇലാ തൽഹത്ത് ബിൻ ഉബൈദില്ലാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഷഹീദിനെ കാണണമെന്നുണ്ടെങ്കിൽ, അഥവാ ഷഹീദിന്റെ പദവിയിൽ സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്ന ഒരാളീ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ തൽഹത്ത് ബിൻ ഉബൈദിലേക്ക് നോക്കിയാൽ തൽഹത്ത് ബിൻ ഉബൈദുള്ള ചെയ്ത ധീരകൃത്യങ്ങൾ, അള്ളാഹുവിന്റെ ദീനും പ്രവാചകനോടുമുള്ള അവരുടെ സ്നേഹം, മതത്തോട് സ്നേഹമുണ്ടാവണം, പ്രവാചകനോടുള്ള സ്നേഹം മതത്തോടുള്ള സ്നേഹമാണ്. മതത്തെ സ്നേഹിക്കാത്ത ആളുകൾ പിന്നെ എന്ത് പ്രവാചക സ്നേഹം? മതത്തെ സ്നേഹിക്കുന്നിടത്ത് നമ്മൾ തോറ്റുപോകുന്നു എന്ന് ഓരോ ഇൻസിഡന്റും കാണിക്കുന്നു. ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ മതത്തെ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് പുറം ലോകത്തിന് നൽകുന്നത്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ 69-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം കൂടി പഠിക്കുക. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ഈ ആയത്ത് അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം. എന്തായത്തിനൊത്ത് അറിയോ? അള്ളാഹുവിനെ ആര് അനുസരിക്കുന്നു, അള്ളാഹുവിന്റെ തിരുദൂതരെ ആരെ അനുസരിക്കുന്നു, അങ്ങനെ ഈ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാൾ ആരുടെ കൂടെയായിരിക്കും പരലോകത്തെന്നറിയോ? മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇവരോടൊപ്പം സ്വർഗത്തിലെത്തും. എത്ര നല്ല കൂട്ടുകാരെയായിരിക്കും പരലോകത്തെ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുക. എന്താണറിയോ ഈ ആയത്തിറങ്ങുന്നത്? എപ്പോഴാണെന്നറിയോ? ഈ ആയത്തിറങ്ങുന്നത് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് പ്രവാചകനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. പ്രവാചകൻ ഒരു യാത്ര പോയി. സൗബാൻ പ്രവാചകൻ വരാൻ വൈകിയിട്ട് ഇങ്ങനെ വല്ലാതെ അങ്ങനെ മനസ്സ് അസ്വസ്ഥമാവുക. പ്രവാചകനോടുള്ള സ്നേഹമായിരുന്നു അത്. മനസ്സ് അസ്വസ്ഥമാവുകയാണ്. അസ്വസ്ഥമായി പ്രവാചകൻ വൈകി വന്നു. പ്രവാചകൻ ചോദിച്ചു, നീ ആകെ നിറം മാറിയിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം? എന്താണ് ഇത്ര സങ്കടം? യാ റസൂലല്ലാഹ് മാ ബി മറദുൻ വലാ വജ. എൻ്റെ മനസ്സിൽ എനിക്കൊന്നുമില്ല, രോഗവുമില്ല, വേറെ വേദനയും വിഷമങ്ങളൊന്നുമില്ല.
എനിക്ക് വല്ലാത്തൊരു ഏകാന്തതയും ബുദ്ധിമുട്ടും എടങ്ങേറും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നു താങ്കളെ കാണാതിരിക്കുമ്പോൾ. ഞാൻ ആലോചിച്ചു പോയി, പരലോകത്തെത്തുമ്പോ പ്രവാചകരെ സ്വർഗം കിട്ടിയാൽ തന്നെയും നിങ്ങൾ ഉന്നതമായൊരു പദവിയായിരിക്കുമല്ലോ സ്വർഗത്തിൽ, ഞങ്ങൾ ആ പദവിയിൽ ഉണ്ടാവില്ലല്ലോ. എൻ്റെ പ്രവാചകനെ ഇങ്ങനെ അടുത്തിരുന്ന് നോക്കിയിരുന്ന് ആനന്ദിക്കാൻ പറ്റാവുന്ന പശ്ചാത്തലം നഷ്ടപ്പെട്ടു പോയില്ലേ? അതാണ് എൻ്റെ വേദന, അതാണ് എൻ്റെ വേദന. അള്ളാഹുവിന്റെ കിതാബിൽ ആയത്തിറങ്ങിയത് فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين എന്ന് മുസ്ലിം ഉമ്മത്തിലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇനിയും ജീവിക്കാനുള്ള മുസൽമാന്മാർക്ക് ആശ്വാസമായി അള്ളാഹുവിന്റെ കിതാബിൽ ഇറങ്ങിയതാ. ഇതൊക്കെയാണ് പ്രവാചകനോട് അവർ കാണിച്ചിരുന്ന സ്നേഹം. സെയ്ദ് ബിൻ ദിസിന്നയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൂക്കിലേറ്റാൻ പോവുകയാണ്. അതിന്റെ കഥയുടെ ആദ്യ ഭാഗവും സംഗതികളും സമയദൈർഘ്യം കൊണ്ട് വിടുന്നു. രണ്ടാളുകൾക്കാണ് ഈ അനുഭവം ഉണ്ടായത്. ഒന്ന് ഹുബൈബിൻ, ഒന്ന് ഇദ്ദേഹത്തിന് സമാനമായ രണ്ടനുഭവങ്ങൾ. അതിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞതിന് ശേഷം അബൂ സുഫിയാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അൻഷുദുക് ബില്ലാഹി യാ സയ്യിദ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആൻ عندما عندنا مكانك نضرب عنقه وأنك في أهلك. ഈ ഒരു സന്ദർഭത്തിൽ നിന്നെ ഞങ്ങൾ വെറുതെ പറഞ്ഞയക്കുകയും നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ മുഹമ്മദിനെ കൊണ്ടുവന്ന് അവന്റെ തലയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്റെ അഭിപ്രായം എന്താണ്? വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി الذي هو في تصيبه شوكة تؤذيه وأني جالس في أهلي. നിങ്ങൾ എന്നെ വിട്ടയച്ച് ഞാൻ എൻ്റെ കുടുംബത്തിലിരിക്കുകയും പ്രവാചക തിരുമേനി ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ച് അദ്ദേഹം അതിന്റെ വേദന സഹിക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടല്ലേ നിങ്ങൾ കുന്നുകളയുന്നത്? പ്രവാചകനോട് അവർക്ക് അത്രമാത്രം സ്നേഹമുണ്ടായി. ഇത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ അന്ന് പറഞ്ഞു, ഞാനൊരു ജനവിഭാഗത്തെയും കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു പോയത് മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന പോലെ മറ്റൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുറം ലോകത്തൊക്കെ പോയി ഒരുപാട് രാജാക്കന്മാരെ കണ്ടുവന്ന ഖുറൈശി തറവാട്ടിലെ പ്രമുഖന്മാരായ ആളുകൾ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സഹാബത്ത് ഇങ്ങനെ പറഞ്ഞു. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ് പ്രവാചകൻ. ആ സംഭവം പലപ്പോഴും റിവായത്ത് ചെയ്യപ്പെടുന്ന സംഭവമാണ്. പ്രവാചകന്റെ ഉപദേശം, ആ ഉപദേശം പറയുന്ന പ്രവാചകൻ ഇത്ര കൂടി പറഞ്ഞിരുന്നു: യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ അമി ഹാദാ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. ഈ വർഷം കഴിഞ്ഞു നീ പിന്നീട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മുആദ്, നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. നീ എൻ്റെ പള്ളിയുടെയും എൻ്റെ ഖബറിന്റെയും ഇടയിലൂടെ ആയിരിക്കും നടന്നു പോവുക. നീ വരുമ്പോഴേക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പ്രവാചകന്റെ ആ മൊഴി കേട്ട് മുആദ് പൊട്ടിക്കരഞ്ഞിട്ടാണ് യമനിലേക്ക് പോകുന്നത്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ അന്നാണ് മുസ്ലിം ആകുന്നത്. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം ഇസ്ലാമിന് വേണ്ടിയുള്ള അദ്ദേഹം അന്ന് വളരെ വൈകി മുസ്ലിമായി. അപ്പോഴേക്ക് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, വാർദ്ധക്യമുണ്ട്. അദ്ദേഹം മുസ്ലിമായ വിവരം അബൂബക്കർ സിദ്ദീഖ് നബിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. പ്രവാചകനെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാണ് ബൈഅത്ത് വാങ്ങാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ ആ സന്തോഷം രേഖപ്പെടുത്തി. സന്തോഷം പ്രവാചകൻ രേഖപ്പെടുത്തുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് കരയുകയാണ്. എന്തിനാണ് താങ്കൾ കരയുന്നത്? നല്ലോണം പഠിക്കേണ്ട ഒരു പാടുന്നുണ്ട്. എന്തിനാണ് താങ്കൾ കരയുന്നത്? പ്രവാചകരെ അങ്ങ് വല്ലാതെ ആഗ്രഹിച്ചു പോയ
ഒരു മതം മാറ്റമുണ്ടായിരുന്നു. അത് അങ്ങയുടെ മൂത്താപ്പയുടേതാണ്. അബൂ താലിബ്, എൻ്റെ ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പോലെ താങ്കളുടെ മൂത്താപ്പ അന്ന് വന്നിരുന്നെങ്കിൽ താങ്കൾക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ഓർത്ത് കരയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ വെറും വാക്ക് കൊണ്ട് പറയുന്ന പ്രണയങ്ങളല്ല, ഇഷ്കല്ല, മുഹബ്ബത്തല്ല, സ്നേഹമല്ല. വിശ്വാസം രൂപപ്പെടുത്തിയെടുത്ത ശരിക്കുമുള്ള പ്രവാചക സ്നേഹം തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടു പോയതിനു ശേഷം മദീനയിൽ ജീവിക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല. അദ്ദേഹം നാട് വിട്ടുപോയി. പിന്നെ അദ്ദേഹം പിന്നീട് മദീനയിൽ വരുന്നുണ്ട്. മദീനയിൽ വന്നപ്പോൾ ആളുകൾ ബിലാലിന്റെ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വാഭാവികമാണ്. ബിലാൽ പങ്കു കൊടുക്കുന്ന മൈക്കിന്റെ മുമ്പിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് പിന്നെ പറഞ്ഞില്ല. ആ ബാങ്ക് മറ്റൊരാൾ പൂർത്തിയാക്കിക്കുകയാണ്. ഇതായിരുന്നു പ്രവാചകനും തന്റെ അനുയായികളും തമ്മിലുണ്ടായിരുന്ന ഹൃദയബന്ധവും സ്നേഹവും. ആ സ്നേഹം ഈമാനായിരുന്നു. ആ ഈമാൻ ഉള്ള ആളുകൾ, ഒരു പറ്റം ആളുകൾ ഇനിയും ഈ ലോകത്ത് ബാക്കിയാവേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മാസം വരുമ്പോ ചില നാടകങ്ങൾ കളിക്കുകയും അതിന് മറ്റുള്ള ജാതിക്കാരായ ആളുകളുടെ ആചാരങ്ങൾ അപ്പടി കോപ്പിയടിക്കുകയും അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അവർ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ആ ഉടുമ്പിന്റെ മാളത്തിലും എടങ്ങേറായി പ്രവേശിക്കുകയും ചെയ്യുന്ന കോപ്പിയടിക്കുന്ന ആചാരങ്ങളല്ല അള്ളാഹുവിന്റെ പ്രവാചകനുള്ള സ്നേഹം എന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ ആ അനുചരന്മാർ എങ്ങനെ സ്നേഹിച്ചു എന്നത് കിതാബുകൾ വായിച്ച് പഠിക്കുകയും പകർത്തുകയും ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ ഖാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും നിയമനിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ എന്നെയും നിങ്ങളെയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ തിൽക റുസുൽ ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅ്ദിൻ എന്ന് ആയത്തിറക്കിൽ നമ്മോട് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 1,24,000 പരം അമ്പിയാക്കന്മാർ പല ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദ്, അതിൽ ചിലർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അതിൽ അള്ളാഹുവോട് സംസാരിച്ച ആളുകളുണ്ട്. അങ്ങനെ ആയത്ത് ഇങ്ങനെ പോവാണ്. പല പ്രവാചകന്മാർക്കും ഫദ്ൽ നൽകിയിട്ടുണ്ട്, ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ കിതാബ് പറഞ്ഞിട്ടുമുണ്ട്. പള്ളികൾ 27 ദറജ കൂലി കിട്ടും നമ്മൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ചാൽ. പക്ഷെ 3 പള്ളികൾക്ക് വീണ്ടും ദറജ അധികരിച്ചു നൽകി. അതിൽ ഏറ്റവും നമ്പർ 1 സ്ഥാനത്ത് മസ്ജിദുൽ ഹറാമിനെ നിർത്തി. കൃത്യമായി അതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ മതം ഇന്ന പള്ളികൾക്ക് ശ്രേഷ്ഠതയുണ്ട്, ഇന്ന മാസങ്ങൾക്ക് ശ്രേഷ്ഠതയില്ല. എന്ന ആയത്തിലൂടെ മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പേരെടുത്ത് പറഞ്ഞു ഇതിന് ശ്രേഷ്ഠതയുണ്ട്. ശ്രേഷ്ഠതയുള്ളതൊക്കെ പറഞ്ഞു. ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് ഇന്നത്തെ ദിവസത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു. അതിലെ ചില സമയത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള ശ്രേഷ്ഠത പറഞ്ഞു. അങ്ങനെ പറയാനൊന്നും വിട്ടുപോയിട്ടില്ല. എണ്ണി പറഞ്ഞു. ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോമ്പെടുക്കാമെന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പറഞ്ഞു, സമയങ്ങളുടെ പുണ്യം പറഞ്ഞു, ഒക്കെ പറഞ്ഞു. എല്ലാ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങൾ, മണിക്കൂറുകൾ, അതുപോലെ തന്നെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, സ്ഥലങ്ങൾ, ആളുകൾ ഒക്കെ എണ്ണി പറഞ്ഞ പടച്ച തമ്പുരാൻ എന്തേ റബീഉൽ അവ്വൽ ആ ലിസ്റ്റിൽ പെടുത്തിയില്ല? മിൻഹ അർബഅത്തുൻ ഹുറും എന്നിടത്ത് അള്ളാഹുവിന്റെ മിൻഹ ഖംസത്തുൻ ഹുറും എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടായിരുന്നുവോ? അല്ലല്ലോ. റമദാനിന്റെ പവിത്രതയും പുണ്യവും വിശുദ്ധ ഖുർആനും സുന്നത്തും വേറെ പറഞ്ഞു. എവിടെയും റബീഉൽ അവ്വലിന്റെ ശ്രേഷ്ഠത പറഞ്ഞു കണ്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല?
പ്രവാചകൻ ആ മാസത്തിന് പ്രത്യേകിച്ച് പുണ്യമൊന്നും കൽപ്പിച്ചില്ല. സഹാബ റളിയല്ലാഹു തആല അൻഹും ഒരു പുണ്യവും കൽപ്പിച്ചില്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും 3 നൂറ്റാണ്ടിലെ ഉത്തമരായ ആളുകൾ ആരും ഒരു പുണ്യവും കൽപ്പിച്ചില്ല. എന്തുകൊണ്ട്? അങ്ങനെ കൽപ്പിക്കണമെന്ന് ഖുർആനിലോ സുന്നത്തിലോ അവർ കണ്ടില്ല. പിന്നീട് 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ അവരിന്നും അഭിമാനപൂർവ്വം പറയുന്ന ഈ വീഡിയോ നമ്മുടെ ഒക്കെ ഫോണുകളിലൂടെ ഒഴുകുന്നു. ഷിയാക്കളുടെ നേതാക്കന്മാർ ഞങ്ങളാണ് തുടങ്ങിയത് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ക്ലിപ്പുകൾ നമ്മളുടെ ഫോണുകളിലൊക്കെ വരുന്നു. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ. ഒറ്റ പ്രാവശ്യം അതൊന്ന് കേട്ടു നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ. ഞങ്ങളാണ് തുടങ്ങിയത്, ഫാത്തിമികളാണ് തുടങ്ങിയത് എന്ന് അവർ സമ്മതിക്കുന്നു. ഷിയാക്കൾ ദീനിന്റെ ശത്രുക്കളല്ലേ? അവർ അള്ളാഹുവിന്റെ ദീനിന്റെ പുറത്തുനിന്നുള്ള ദുരാചാരം കൊണ്ടുവരുമ്പോൾ അതിനോടൊന്ന് സമീപനം സ്വീകരിക്കണം എന്ന് നമുക്കൊരു നിലപാട് വേണ്ടേ? നബിദിനാഘോഷം എന്നത് പുത്തനാചാരമാണെന്ന് അത് ആഘോഷിക്കുന്ന ആളുകൾ സമ്മതിക്കുന്നുണ്ട്. മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. അങ്ങനെയാകുമ്പോ നമ്മൾ ഈ അടിക്കടി പറയുന്ന കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്നത് നേരാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലൊരു ചോദ്യങ്ങളായി കിടക്കട്ടെ. മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഒരു ചില ആളുകൾക്ക് ഒരു എന്താ പറയാ, ഞങ്ങളൊരു ഉയർന്ന നിലവാരത്തിലേക്ക് നിന്ന് പറയാന്ന് അവർക്ക് തോന്നും. നടക്കുന്നത് അങ്ങനെ നടന്നോട്ടെ, അതുണ്ടായിക്കോട്ടെ. മതത്തിൽ ഒരു കാര്യം പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞാൽ പോരാ, സതുദ്ദേശം ഉണ്ടായാലും പോരാ. സതുദ്ദേശം ഉണ്ടായാൽ പോരാ, ഇഖ്ലാസ് ഉണ്ടായാൽ പോരാ. അത് പുണ്യമെന്ന് ആളുകൾ പെരുമ്പറ കൊട്ടിയത് കൊണ്ട് കാര്യമില്ല. അത് അഖ്ലസായാൽ പോരാ, അസ്വബുമാകണം എന്നാണ് മതം. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നു, കൂലി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിന് കൂലി തരാൻ അള്ള ഏറ്റിട്ടില്ല. കൂലി തരാൻ അള്ള ഏൽക്കുന്നത് അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമാണ്. കൂലി തരാൻ അള്ള ഏറ്റിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്. എത്ര നമസ്കാരം നിങ്ങൾക്ക് നിസ്കരിക്കുന്ന ഒരു ദിവസം? എന്ത് അതിനൊക്കെ ഒരു ചിട്ടയും മട്ടവും കണക്കും വെച്ചത്? സുന്നത്ത് നമസ്കാരങ്ങൾ എന്തിനാണ് കൃത്യമായി ഇങ്ങനെ ഇത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞത്? എന്തിനായിരിക്കും പ്രവാചകൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ വിട്ടുപോയിട്ടില്ലട്ടോ എന്ന് പറഞ്ഞത്? നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഞാൻ മറച്ചു പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? അതുകൊണ്ട് ആളുകൾ നല്ലതാണെന്ന് പറയുന്നതിന് മാനസികമായി സപ്പോർട്ട് നൽകുന്ന ആളുകൾ ഒരു കാര്യം തീരുമാനിക്കണം. അള്ളാഹുവിന്റെ റിസാലത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് കിട്ടിയ റിസാലത്തിൽ വഞ്ചന കാണിച്ചുവോ ഇല്ലേ എന്ന് ഈ ചോദ്യത്തിന് മറുപടി പറയണം. കുറച്ചു കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒളിപ്പിച്ചു വെച്ച് മരിച്ചുപോയി എന്ന് സമ്മതിക്കുകയോ ഇല്ല. കടന്നു പോകുന്ന ആഴ്ചയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ആഘോഷങ്ങൾ മറ്റുള്ള ആളുകളുടേത് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മുസ്ലിമീങ്ങൾക്ക് ആചരിക്കാനായി രണ്ടേ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. മൗലിദ് ആഘോഷങ്ങളിൽ നിന്ന് മാന്യമായി വിട്ടുനിൽക്കുന്ന പലരും പക്ഷേ പുറത്തുള്ള ആളുകളുടെ അന്യ സമുദായക്കാരുടെ ആഘോഷങ്ങളിൽ നിന്ന് ആ ഒരു മര്യാദ കാണിക്കുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു സദസ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. കാണിക്കുന്നില്ല. സൂക്ഷ്മതക്കുറവ് വന്നുപോകുന്നു എന്നതൊരു ശരിയാണ്. ഓണത്തിന്റെ വിഷയത്തിലായാലും ക്രിസ്തുമസിന്റെ വിഷയത്തിലായാലും നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് കൃത്യമായി വിശദീകരിക്കപ്പെട്ടതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. എത്ര വരെ പോവാം, എവിടെ നമ്മോട്ട് പോയി കൂടാ എന്നതും അറിയാവുന്നതാണ്. ആണ്ടിൽ 365 ദിവസവും ഇസ്ലാമികമായ ഡ്രസ്സിൽ തന്നെ പുറത്തിറങ്ങി പോകും നമ്മുടെ മക്കൾ ഇന്നലെയും ഇന്നുമൊക്കെ മറ്റുള്ളവരുടെ ഡ്രസ്സാണ് വിലക്ക് വാങ്ങിയിട്ട് വായ്പ വാങ്ങിയിട്ടല്ല, വിലക്ക് വാങ്ങിയിട്ട് അതണിഞ്ഞുകൊണ്ട് തലയിൽ തട്ടം പോലുമില്ലാതെ അവരുടെ മറ്റുള്ള ആളുകളുടെ വേഷവിധാനത്തിൽ കലാലയങ്ങളിൽ എത്തുന്നത്.
ഓണം ആഘോഷിക്കുന്ന ആളുകൾക്ക് അതിന്റെ അവസാനം, അതിന്റെ പര്യവസാനം അവർ തന്നെ ചെയ്യുന്നത് നന്നായി ലഹരി തലക്ക് പിടിച്ചിട്ട് കൂട്ടത്തല്ലാണ്. അതാണ് ഇന്നലെ വൈകിട്ടും ഇനി ഇന്ന് വൈകുന്നേരവും അങ്ങാടികളുടെ റോഡുകളിൽ കാണാൻ പോകുന്നത്. ആ തല്ലിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് നല്ല ദീനുള്ള മാതാപിതാക്കളുടെ മക്കളാണ് എന്ന് വരുന്നത് സങ്കടമല്ലേ? ആരാണ് ഇത്ര വാശിയായി മറ്റുള്ളവരുടെ ആചാരങ്ങളൊക്കെയും അതുപോലെ ആചരിക്കണം എന്ന് ഈ മക്കളെ പഠിപ്പിച്ചത്? പണ്ടുമുണ്ടായിരുന്നു ഈ ആഘോഷങ്ങൾ സ്കൂളുകളിലും കലാലയങ്ങളിലുമൊക്കെ. ശബരിമലയിലേക്ക് പോകുന്ന കറുത്ത തുണിയെടുത്ത് നമ്മൾ ഇവിടെ വന്നാൽ എന്താണ് അവസ്ഥ? സന്യാസിമാരുടെ കാവിത്തുണിയെടുത്ത് നമ്മൾ ഇവിടെ വന്നാൽ എന്താണ് അവസ്ഥ? ആ ഒരു സംഗതി എന്താണ് ഈ പറയുന്ന ഇന്നത്തെ ഡ്രസ്സിന് കാണാത്തത്? അപ്പൊ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. വിട്ടുനിൽക്കേണ്ടതിൽ നിന്ന് വിട്ടുനിൽക്കുകയും സഹകരിക്കേണ്ടതിന്റെ അതിരുകൾ നോക്കി സഹകരിക്കുകയും ചെയ്യാനുള്ള ഒരു ഈമാൻ അഥവാ എന്ന വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അടിക്കടി പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മതം എന്ന് പറയുന്നത് നമ്മൾക്കനുസരിച്ച് ചാച്ചും ചെരിച്ചും ആചരിച്ചുകൂടാ. കൃത്യമായ ചില നിലപാടുകളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ പള്ളികൾ നിർമ്മിക്കുവാനും നാട്ടിൽ ഉള്ള പള്ളികളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ സാമ്പത്തികമായി ശേഷിയില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന മഹല്ലുകൾക്ക് അവരുടെ പള്ളികൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി നവീകരിക്കുവാനുമുള്ള ഒരു ഫണ്ടാണ് കേന്ദ്ര പള്ളി ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. ആ ഫണ്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് കൊടുക്കുക. ഇന്ന് നമ്മുടെ കീശയിൽ നിന്ന് പോവേണ്ട കാശ് പള്ളി നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ്. അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ സംഭാവന അർപ്പിക്കണമെന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തിൽ നിന്ന് തെന്നിപ്പോകുന്ന, വിശ്വാസം വ്യതിചലിച്ചു പോകാവുന്ന ആചാരങ്ങളോട് രാജിയാവാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായി വ്യഥയനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒന്നിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്